ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമിറ്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 എക്സാമിന്റെ മോക്ക് ടെസ്റ്റ് സീരീസിലെ 8ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സെപ്റ്റംബർ 11, 2024 നടന്ന CGL എക്സാമിന്റെ ഷിഫ്റ്റ് 2-ലെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും അടിപൊളിയായിട്ട് 25 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു തീർക്കുന്ന ഒരു സീരീസ് ആണിത്. എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് SSC RRB എക്സാം എങ്ങനെ എഴുതണം, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ സീരീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഫുള്ളായിട്ട് കാണുക. ഒരുപാട് പുതിയ മെത്തേഡ്സ് ഈ ഒരു 20 മിനിറ്റിൽ 25 ഡിഫറെന്റ് കൺസെപ്റ്റും ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സുകളിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അതിന്റെ യൂസ് ഫുള്ളായിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഫുള്ളായിട്ട് കണ്ട് സ്വന്തമായിട്ട് ആ ഒരു മെത്തേഡ്സ് നിങ്ങളുടെ സ്വന്തം മെത്തേഡ്സ് ആക്കാൻ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൈപ്പ് A usually fills a tank in 6 hours, but due to a leak at the bottom of the tank, it takes extra 2 hours to fill the tank. If the tank is full, then how much time will it take to get empty due to the leak? അപ്പോൾ പൈപ്പ് A 6 hours പോകുന്നു, ലീക്ക് കൂടെ ഉണ്ടായതുകൊണ്ട് A+ ലീക്ക് എന്താണ്, എത്ര 2 മണിക്കൂർ എക്സ്ട്രാ എടുക്കും, 8 മണിക്കൂർ എടുക്കും. ടോട്ടൽ 24 LCM എടുത്താൽ ഇത് 4 ആണ്, ഇത് 3 ആണ്. അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് ബേസിക് ക്ലാസ്സുകളിലൂടെ തന്നെ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ലീക്ക് മാത്രമായിട്ട് നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? അപ്പോൾ എത്രയാണ് ഇവിടെ 4 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ 2 കൂടെ ചേരുമ്പോൾ 3 ആവും. അതിന്റെ അർത്ഥം എന്താണ്, ലീക്ക് 1 വെച്ചാണ് ഒരു മണിക്കൂറിൽ കുറയ്ക്കുന്നത്. ഇഫ് ദ ടാങ്ക് ഈസ് ഫുൾ, അതായത് 24 ലിറ്റർ കപ്പാസിറ്റിയിൽ ഇരിക്കുവാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഗെറ്റ് എംപ്റ്റീഡ് ഡ്യൂ ടു ദ ലീക്ക്? അപ്പൊ ലീക്ക് മാത്രം, ലീക്ക് എത്രയാണ്, ഒരു മണിക്കൂറിൽ 1 യൂണിറ്റ് വെച്ചാണ് കുറയ്ക്കുന്നത്. ഇപ്പൊ 24 കുറയ്ക്കാൻ വേണ്ടി 24/1 24 മണിക്കൂർ എടുക്കും എന്ത് ചെയ്യാൻ, ആ ലീക്കിന് അത് എംപ്റ്റി ആക്കാൻ വേണ്ടി. സിംപ്ലിഫൈ ഇതിന്റെ വാല്യൂ വേണം. AQ - BQ എന്ന് പറഞ്ഞാൽ A - B × A² + B² + AB ആണ്. അപ്പോൾ A - B എന്ന് പറയുമ്പോൾ 4.2 - 1.2 പ്ലസ് ഇൻറ്റു A², 4.2 സ്ക്വയർ 1.2 സ്ക്വയർ 4.2 × 1.2 2 × 2 എത്രയാണ്, 4 യൂണിറ്റ് സാറ്റിസ്ഫൈ ചെയ്തു. 4 × 1 ഏകദേശം 4 പോയിന്റ് ആ ഒരു റേഞ്ചിലെ വരത്തുള്ളൂ. 8ന്റെ അവിടെ പോലും പോകത്തില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ കൂടുള്ള A² + B² + AB ആണ്. ആൻസർ എന്ത് വരും, 4.2 - 1.2 ഓപ്ഷൻ 2 3 എന്ന് കിട്ടും. അടുത്ത ഇന്ന ട്രയാങ്കിൾ ABC 90 ആണ്. sin A 1/2 ആണെങ്കിൽ തീറ്റ എത്രയാണ്, A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അവിടെ നോക്കേണ്ട ആവശ്യമില്ല, ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ cos 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, cos C ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് A 30 ആണെങ്കിൽ B 90 ആണ്. അപ്പൊ C എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 60 ആയിരിക്കും. അപ്പൊ cos 60യുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. cos 60 എത്രയാണ്, 1/2 ആണ്. അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റിനകത്ത് ഇതിനകത്ത് ഇത്ര മാത്രം എടുത്താൽ മതി. 2 ക്വസ്റ്റ്യൻ പേന എടുക്കാൻ ചെയ്യാവുന്ന പെൻഫ്രീ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് സബ്ജക്ട് ഡിഡ്, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും ക്ലാസ്സുകൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും എത്ര വായിക്കണം എന്നുള്ളത്. ഇൻ വിച്ച് സബ്ജക്ട് ഡിഡ് ഹി സ്കോർ ദ ഹയസ്റ്റ് മാർക്ക് ഇൻ പെർസെന്റേജ്? അപ്പൊ ഇതിലാണ് ഏറ്റവും കൂടുതൽ പെർസെന്റേജ്. അപ്പൊ 100-ൽ 71 മേടിച്ചാൽ 71%. 80-ൽ 56 മേടിച്ചാൽ 80-ൽ 56 ആണെന്നാൽ 100-ൽ എത്ര, by 4 × 5 56/80 × 100 by 4 × 5. നിങ്ങൾ ഇത്രയും നേരം ക്ലാസ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. by 4 × 5 70% ഉള്ളൂ. അപ്പൊ ഇതല്ല 45/75 45/3 × 4 by 75 × 100 ആണ്. 75-ൽ 45 ആണെങ്കിൽ 100-ൽ എത്ര, ഇപ്പൊ 15 × 4 60 വരത്തുള്ളൂ. ഇതല്ല 90/125 90/5 × 4 72 വരും. എന്നാലും 73-ന്റെ അടുത്ത് എത്തിയില്ല. 45/60 45/60 × 100 ആണ്. 45/60 × 100 by 3 × 5 by 3 × 5 എന്ന് പറയുമ്പോൾ 15 × 75 വരും. അപ്പൊ IT-ലാണ് 75% വരുന്നത്. ഓപ്ഷൻ A കൊടുക്കാം. ഇതല്ലെങ്കിൽ 45/60 × 100 എന്നൊക്കെ എഴുതി ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എത്രത്തോളം സമയം കുറച്ച് എഴുതാമോ അത്രത്തോളം സമയം കുറച്ച് തന്നെ ചെയ്യും. തീഫ് ഈസ് നോട്ടീസ് ബൈ പോലീസ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ 200 മീറ്റർ ആണ് ദൂരം. തീഫ് ഓടി തുടങ്ങി, പോലീസ്മാനും എന്ത് ചെയ്തു, കൂടെ ഓടി. തീഫ് ആൻഡ് പോലീസ്മാൻ റൺ അറ്റ് ദ റേറ്റ് ഓഫ് 10, 11 റെസ്പെക്റ്റീവ്ലി. ബട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ 9 മിനിറ്റ്. അതായത് ഒരു മണിക്കൂറിൽ ഇവരുടെ 60 മിനിറ്റിൽ ഇവർക്ക് എത്ര ചേഞ്ച് ആണ് സംഭവിക്കുന്നത്? 60 മിനിറ്റിൽ പോലീസ്മാൻ എന്ത് ചെയ്യും, 10 കള്ളൻ ഓടിയാൽ 11 പോലീസ് ഓടും. അതായത് 1 കിലോമീറ്ററിന്റെ 1000 മീറ്ററിന്റെ വ്യത്യാസമാണ് ഇവർ തമ്മിൽ ഉണ്ടാവുന്നത്. അപ്പോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ 9 മിനിറ്റ്സ്. അപ്പൊ 60 മിനിറ്റിൽ 1000 മീറ്ററിന്റെ ഡിഫറൻസ് ആണ്. അതായത് പോലീസ് കൂടുതൽ ഓടും 60 മിനിറ്റിൽ. അപ്പോൾ 6 മിനിറ്റിൽ എത്ര ഓടും, 100 മീറ്റർ കൂടുതൽ ഓടും. നമുക്ക് 9 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 മിനിറ്റും 6ന്റെ കൂടെ 6ന്റെ പകുതിയും കൂടെ കൂടുന്നത്. 6നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നമുക്ക് 9 കിട്ടും. ഇതൊക്കെ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ 100നെ എന്ത് ചെയ്യണം, 1.5 കൊണ്ട് ഗുണിക്കുമ്പോൾ 150 കിട്ടും. 100ന്റെ പകുതി, അതായത് 150 മീറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്. ഈ ഒരു 9 മിനിറ്റ് കൊണ്ട് പോലീസ് കള്ളനേക്കാളും കൂടുതൽ ഓടിയത്. അതിന്റെ അർത്ഥം ആ 200 മീറ്റർ ഗ്യാപ്പ് ഉള്ളത് എന്ത് ചെയ്താണ്, 150 മീറ്റർ ആയിട്ട് കുറഞ്ഞു കാണും. അപ്പൊ ബാക്കി 200-ൽ നിന്നും 50 കുറച്ച് 150 കുറച്ചാൽ ബാക്കി 50 മീറ്റർ ആയിരിക്കും 9 മിനിറ്റുകൾക്ക് ശേഷം ഇവർ തമ്മിലുള്ള ദൂരം. ഇത്ര സിമ്പിൾ ആണ്. ഈ ടൈപ്പ് സെയിം ടൈപ്പ് ഇനി മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചെയ്തതാണ്. ഓക്കെ, അടുത്ത ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ 8400 ഇത്രയാവണം. സിമ്പിൾ ഇൻട്രസ്റ്റ് 7% per annum. 7% ആണ്
റേറ്റ് എങ്കിൽ 8400 ഇതാവണമെങ്കിൽ എത്ര കൂടിയേക്കുന്നത് 1600-ഉം 1928. അപ്പൊ 1600-ഉം 1928, 1600-ഉം 1900-ഉം 3500-ആണ്. 3500-ഉം 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 പിന്നെ 28 3568 അല്ലേ. 3500-ഉം 1600-ഉം 1900 3528 കൂടിയത് 7%. ഇപ്പോൾ എത്ര വർഷം കൊണ്ടാണ്? അപ്പോൾ 7%. ഒരു വർഷം 7% എന്നതിൽ 84 × 7. ഓക്കെ, 84 × 7 84 × 7 വെച്ച് എത്ര വർഷം എടുക്കും? 84 × 7 ആണ് 7% ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. 84 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 560-ഉം 28 588. അപ്പൊ 588 വെച്ച് എത്ര സമയം എടുക്കും? അപ്പൊ 3528/588 ആണ് യൂണിറ്റ് നോക്കാം. 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 8 വരണം. 8 കൊണ്ട് വിളിച്ചാൽ 64, 4 5 കൊണ്ട് വിളിച്ചാൽ പറ്റത്തില്ല. 2 കൊണ്ട് വിളിച്ചാൽ 16, 6 ആണ് വരുന്നത്. 6 മാത്രമേ ഇവിടെ പോസിബിൾ. ഇവിടെ 6 വന്നാൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? 6 × 48 വരത്തുള്ളൂ. എന്ന് വെച്ചാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ വൺ ഓഫ് ഹൂസ് ഡയഗണൽസ് ഈസ് 4.8 മീറ്റർ ലോങ്. അപ്പോൾ ഡയഗണലിന്റെ ലെങ്ത് ആണ് 4.8 മീറ്റർ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഹാഫ് ഡി സ്ക്വയർ ആണ് നമ്മളുടെ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡയഗണലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ A√2 ആണ്. സൈഡ് ഓഫ് സ്ക്വയർ A ആണെങ്കിൽ A√2 ആണ് നമ്മളുടെ ഡയഗണൽ. അതാണ് 4.8 തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സൈഡ് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. 4.8 ഡിവൈഡ് ബൈ √2 എനിക്ക് 1.414 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. സൈഡിന്റെ വാല്യൂ ഇട്ടിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓപ്ഷനകത്ത് എല്ലാം അത്യാവശ്യം അടുത്തടുത്താണ്. ഇത് കാൽക്കുലേറ്റീവ് ആണ്. ഇത് സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ തേർഡ് റൗണ്ട് ചെയ്താണ്. സെക്കൻഡ് റൗണ്ട് DA ചെയ്യാം, തേർഡ് റൗണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ട് എന്ത് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. നമ്മളിവിടെ ക്ലാസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഇതൊരിക്കലും ആദ്യത്തെ റൗണ്ട് ചെയ്ത് ഇത്രയും കിട്ടുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഇത് ഫസ്റ്റ് റൗണ്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, 4.8 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 48 ഞാൻ എന്ത് 1000 കൊണ്ട് ഗുണിക്കുകയാണ്. 48,000 ഡിവൈഡ് ബൈ 1414 ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടി ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലാതെ വേറെ 5, 6, 10 ഓക്കെ വേറെ ഒരു വഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെയ്യാം. 2400 ഡിവൈഡ് ബൈ ഇതിന്റെ പകുതി. പെട്ടെന്ന് പകുതി എടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. 707 വരുന്നത്. അപ്പൊ ഏകദേശം 707 × 3 2000 കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റും. 2021 കിട്ടും. ബാക്കി 21 79 379 പിന്നെ ഒരു പോയിന്റ് ഇട്ടു, ഒരു 0 ഇട്ടു. 700 വരുമ്പോൾ 700 × 6 പോകത്തില്ല. 5 പോവോ? 5 വേണമെങ്കിൽ പോകും. 5 പോകും. അപ്പൊ 3.5 പോവോ? 7 × 5 35 379 അല്ലേ വരുന്നത്. ഓക്കെ, 379 2400/700 2400/707 വരുന്നത്. 350 2100 സോറി 2120. അപ്പൊ 279 അതാണ് 779 0/707. ഏകദേശം എത്ര പോകും? 3 ഏകദേശം 4 പോകും. 4 പോകത്തില്ല. 4 പോകുമ്പോൾ 2800. ഏകദേശം 4 പോകും. 3 പോയാൽ 2100 ഒക്കെ പോകത്തുള്ളൂ. ഏകദേശം 4ന്റെ അടുത്ത് വരും. അപ്പൊ ഏകദേശം 1 √2ന്റെ വാല്യൂ 1.414 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഏകദേശം 3.4ന്റെ അടുത്ത് വരും നമ്മുടെ എന്തിന്റെ വാല്യൂ? സൈഡിന്റെ വാല്യൂ. അതിന്റെ സ്ക്വയർ വേണം. 3.4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1156 36 സ്ക്വയർ 11.56 അപ്പൊ ആൻസർ ഏകദേശം A² ആണ്. 11.56ന്റെ അടുത്ത് വരുന്ന ഓപ്ഷൻ ഇതുണ്ട്. ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരിക്കും. ഓക്കെ, യെസ്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. PQR MNS are the midpoint of side PQ, PR, QR respectively. If the area of PQR എന്നിട്ടുണ്ട്, what is the area of the quadrilateral MNRQ? ഇതാ ഇവിടെ PQR എന്ന് പറഞ്ഞ ആ ട്രയാങ്കിളില് എന്താ പറയുന്നത്? M-ഉം N-ഉം S-ഉം മിഡ് പോയിന്റ്സ് ഓഫ് PQ, PR ആൻഡ് QR. അതാണ് M-ഉം N and S. Okay, if the area of PQR ഏരിയ മൊത്തത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ MNRQ. ഇതിന്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, ഇങ്ങനെ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാത്തിനെയും ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാം by4 ആയിരിക്കും. അപ്പൊ 46/4 ആയിരിക്കും. ഇത് 46/4 46/4 46/4 46/4. വലിയ ട്രയാങ്കിളിന്റെ 1/4 ഏരിയ ആയിരിക്കും എല്ലാ 4 ട്രയാങ്കിളും ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? ഇത് മൂന്നെണ്ണത്തിന്റെ ആണ്. അല്ലെങ്കിൽ 46-ൽ നിന്നും 46/4 കുറയ്ക്കുക. 46/4 എന്ന് പറയുമ്പോൾ എത്ര? 46ന്റെ പകുതിയുടെ പകുതിയാണ്. 21ന്റെ പകുതി 11.5. പിന്നെ അതിൽ നിന്ന് 11.5 കുറയ്ക്കണം. പിന്നെ അതിൽ നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ 34.5. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്? ഏരിയ എന്ത് ചെയ്യും? മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനുകൾ ഉണ്ടാക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ 1/4 ഓഫ് ടോട്ടൽ ഏരിയ ആയിരിക്കും. ഓക്കെ, എല്ലാത്തിനും സെയിം ഇതായിരിക്കും. അപ്പോൾ അടുത്ത DA വായിക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായി. ഒക്ടോബർ ടു ഡിസംബർ there was even growth rate, the average. ഇത് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് DA വേണമെങ്കിൽ. During October to December there was an even growth rate, the average of which is. അപ്പോൾ ഒക്ടോബർ ടു ഡിസംബർ ആവറേജ് വേണം. ഓക്കെ, ഒക്ടോബർ ടു ഡിസംബറിലുള്ള ഇതിന്റെ ആവറേജ് വേണം. ഓക്കെ, ആവറേജ് വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടി. ഓക്കെ, 2 വട്ടം കൂടിയതാണ്.
കുറച്ച് കാൽക്കുലേറ്റീവ് ആണെന്ന് തോന്നുന്നു. യെസ്, കാൽക്കുലേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് സെക്കൻഡ് റൗണ്ട് ചെയ്യാം, അടുത്ത റൗണ്ട് ചെയ്യാം. അത് കാര്യം എന്ന് വെച്ചാൽ എന്താ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് കൂടിയതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഇങ്ങോട്ട് കൂടിയൊരു പെർസെന്റേജ്, ഇവിടെ ഇങ്ങോട്ട് കൂടിയൊരു പെർസെന്റേജ് ആവറേജ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കൂടി. അപ്പൊ എത്ര നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എത്ര കൂടിയത് ഒക്ടോബറിൽ നിന്ന് ഡിസംബറിലോട്ട്? 5 കുറയ്ക്കേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. 15 9 6 7 17 8 9 ഇവിടെ 7 7 1 6. ഓക്കെ, 7 7 1 6 1 1 1 1 അവിടെ തന്നെ ആയിരിക്കും 0. അപ്പൊ 11,696 എന്ത് ചെയ്തത്, നമുക്ക് കൂടിയത് ആരില്? 200,189. പക്ഷെ ഇത് 2 വർഷത്തെ സക്സസീവ് ആണ്. 2 ടൈംസ് 2 ഇയറിൽ എന്താണ്, സക്സസീവ് ആണ്. നമുക്ക് വേണ്ടത് 1 വർഷത്തെ റേറ്റ് എന്താണെന്നാണ്. ഇത് നമ്മുടെ കോമ്പൗണ്ട് ടെസ്റ്റിന്റെ ഫോർമുല A = P × 1 + R/100 n വെച്ചിട്ട് ആ n-ന്റെ വാല്യൂ 2 കൊടുത്തിട്ട് R-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. ഇവിടെ നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഇത് എത്ര പെർസെന്റേജ് ഏകദേശം വരും? ഏകദേശം ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന്റെ 1% 2001 ആണ്. 1% 2001 ആണ്. അപ്പൊ ഇവിടെ 2001-ന് 5, ഏകദേശം 5 പോയിന്റ് അല്ലെങ്കിൽ 6 പോയി കഴിഞ്ഞാൽ നോക്ക്, 6 പോയി കഴിഞ്ഞാൽ 12,000 വരും. അപ്പൊ 11,696. ഏകദേശം 5.5% അല്ലെങ്കിൽ 5.6 ആ ഒരു റേഞ്ചിലോട്ട് പോകണം. ഈ 5.5 വരുന്ന എപ്പോഴാണ്? 2 ഇയറിലെ സക്സസീവ് ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തിന്റെയാണ്? അപ്പൊ ഏകദേശം കുറച്ചുകൂടെ എത്തേണ്ടി വരും. അല്ലെങ്കിൽ നോക്ക്, ഇതിനകത്ത് ഏതോ രണ്ടെണ്ണത്തിന്റെ ഈ തന്നിരിക്കുന്നത് 1 വർഷത്തെയാണ്. ഇതിന്റെ 2 വർഷത്തെ സക്സസീവ് ആയിരിക്കും ഈ 5.5 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരുന്നത് 5 പോയിന്റ് സംതിങ്. ഇപ്പോൾ 3.8 3.2ന്റെയും 2 വർഷത്തെ സക്സസീവ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും വരത്തില്ല. 3.8 ആകുമ്പോൾ തന്നെ 7.6 കൂടുതലാവും. 3.2 ആകുമ്പോൾ 6.4 കൂടുതലാവും. ഇത് രണ്ടുമല്ല. 2.4 ആകുമ്പോൾ 4.8 ഏകദേശം 5ന്റെ അടുത്തേ വരത്തുള്ളൂ. 2.9 ആകുമ്പോൾ ഏകദേശം 5.6 പോകത്തില്ല. ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5%-നും 6%-നും എന്തായിരിക്കും? ഇടയ്ക്കായിരിക്കും. ഇത് എത്ര പേര് നിങ്ങൾ ചെയ്യുമെന്ന് നോക്കണം. ഇതുകൊണ്ടാണ് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാക്സിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നത്. ഇങ്ങനത്തുള്ള ചെറിയ കളികളുണ്ട്, അപ്രോക്സിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷന്റെ ഹെൽപ്പ് ഉണ്ട്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്ക്, ആൻസർ ചെയ്താലും 5-നും 6-നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ 5-ൽ കൂടുതലായിരിക്കും. 5% എന്തായാലും വരാം. 5% എന്ന് പറഞ്ഞാൽ 1% 2001, 10,000 സംതിങ്. ഇത് 11,000 ഉണ്ട്. അപ്പൊ അതിന്റെ പകുതി 5.5-ൽ കൂടുതലാണ്. 5.5-നും 6-നും ഇടയ്ക്കായിരിക്കും നമ്മുടെ ആ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ത് സക്സീവ് ചെയ്താൽ ആ ഒരു റേഞ്ച് കിട്ടും. 2.9 ചെയ്ത് കഴിഞ്ഞാൽ 5.8 പ്ലസ് 2.9 × 2.9/100. ഏകദേശം റേഞ്ച് വരുന്ന ഏതാണ്? ഓപ്ഷൻ 2 തന്നെയാണ്. 2.9% ആണ് എന്ത് ചെയ്തത്, ആവറേജ് ഓഫ് വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതുണ്ടല്ലോ, എമൗണ്ട് = P × 1 + R/100 n എന്ന് പറയുന്നത്. ഇവിടുത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ വാല്യൂ വരും. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് വരും. ഈ റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. n-ന്റെ വാല്യൂ എന്ത് വരും? 2. പക്ഷെ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, ഒരുപാട് ടൈം എടുക്കത്തുള്ളൂ. ഇതാണ് നിങ്ങളുടെ മൈൻഡ് കാൽക്കുലേഷൻ. ഇതിന് എനിക്ക് അധികം സമയമൊന്നും വേണ്ട. എനിക്ക് 30 സെക്കൻഡ് മതി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ആകെ ഇത് മാത്രം കാൽക്കുലേഷൻ ചെയ്യും. അതിന്റെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ട് പഠിക്കും. വേറെ എവിടെയും പോകേണ്ട ആവശ്യം വരത്തില്ല. അടുത്ത ചെയ്യാം. 4/3 tan square 60. tan 60 എത്രയാണ്? √3 ആണ്. ഇവിടെ 9 വരും. ഒരു tan 60 √3 ആണ്. അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 3 വരും. അപ്പൊ 3 വെട്ടിപ്പോയി 4 വന്നു. പ്ലസ് 3 cos square 30. cos square 30 എന്ന് പറയുമ്പോൾ 3/4 ആണ്. √3/2 അല്ലേ? അതെ, √3/2 ആണ്. 3/4 ആണ്. അപ്പോൾ 9/4 വരും. -2 sec 30. sec 30 എന്ന് പറഞ്ഞാൽ c² 30 എന്ന് പറഞ്ഞാൽ 4/3 അല്ലേ? അതെ, 4/3 ആണ്. 4/3 ആണ്. അപ്പോൾ 4 × 2 8/3 വരും. -3/4 cot square 60. cot 60 എന്ന് പറഞ്ഞാൽ 1/2ന്റെ സ്ക്വയർ. cot 60 1/2 ആണ്. അപ്പോൾ 1/4 വരും. അപ്പോൾ 3/16 വരും അല്ലെ? 3/16 വരുന്നു. അതെ, ഓക്കെ, കറക്റ്റാണ് എഴുതിയിരിക്കുന്നത്. 4/3 tan square 60. ഓക്കെ, അത് 3 വെട്ടിപ്പോയി. cos square 30. cos square 30 3/4 ആണ്. 3 × 3/4 9/4 -2 × c² 30 4/3 ആണ്. 2 × 4/3 8/3 -3/4 × cot square 60. വാല്യൂ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. cot 60. cot 60 ആണ്. സോറി, അവിടെയാണ് തെറ്റ്. കോട്ടാണ്. cot 60 ആണ്. cot 60 ആകുമ്പോൾ 1/√3 ആണ്. cot 60 1/√3 ആണ്. 1/3 വരും. -1/4 വരും. യെസ്, ഇവിടെ 9/4 - ബാക്കിയുണ്ട്. ഡിവൈഡഡ് ബൈ sin a cos b - cos a sin b. sin a - b ആണ്. അതായത് sin 30 ആണ്. sin 30 എന്ന് പറയുമ്പോൾ 1/2 ആണ്. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്നിട്ട് 9/4 - 1/4
8/4 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ 4 + 2 6 ആണ്. 6 - 8/3 10/3 കിട്ടും. 10/3 ഡിവൈഡഡ് ബൈ 1/2 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 കൊടുക്കണം. 20/3 എന്ന് പറയുമ്പോൾ 6 2/3 ഓപ്ഷൻ 4. കാൽക്കുലേഷൻ ഏറ്റവും കുറച്ച് ചെയ്യാൻ നോക്കുക. സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 2 and 5. 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 5 0 വരണം. അപ്പോൾ 5 0 വരണം. 4 പറ്റത്തില്ല. 5 0 വരണം. 5 വന്നു കഴിഞ്ഞാൽ 2ന് മൾട്ടിപ്പിൾ ആകത്തില്ല. അപ്പോൾ ഈ ഒരു നമ്പറിൽ മാത്രമേ എന്തുള്ളൂ, 2ഉം 2ന്റെ ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ, അടുത്ത ABC യും RPQ കോൺഗ്രുവന്റ് ആണ്. അപ്പോൾ AB RP ഈക്വൽ ആണ്, BC യും PQ ഈക്വൽ ആണ്, AC യും RQ യും ഈക്വൽ ആണ്. സൈഡ് ABC ദാറ്റ് കറസ്പോണ്ട് ടു PQ. അപ്പോൾ ABCയിൽ PQന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PQ ഇതല്ലേ, PQന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാണ്, BC. അങ്ങനെ ആയിരിക്കും എഴുതുന്നത്. Find the quotient when mean proportion of 7/5 and 245 divided by an even prime number. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഹരണഫലം. അപ്പോൾ ഇതിനെന്തിനാണ് മീൻ പ്രൊപ്പോർഷൻ. മീൻ പ്രൊപ്പോർഷൻ ഓഫ് രണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് അതിന്റെ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ പ്രോഡക്റ്റ് വരുമ്പോൾ 35 × 35 1 36. 36 ന്യൂമറേറ്റർ വരും, റൂട്ട് പുറത്ത് വരുമ്പോൾ 6 വന്നു. 36/5 × 255. അപ്പോൾ 5 255 കിട്ടുമ്പോൾ 49 × 5 ആണ് 245. 45 റൂട്ടിന് വരുമ്പോൾ 7 വന്നു. അപ്പോൾ 42 ആണ് നമ്മുടെ നമ്പർ. അതിനെ എന്ത് ചെയ്യണം, ഈവൻ പ്രൈം നമ്പർ 2 ആണ്. 42 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21. ഇത്രയും സ്റ്റെപ്പേ എഴുതാം. ട്രയാങ്കിൾ ABC AB. ഞാനിവിടെ നിങ്ങളെ കൺസെപ്റ്റ് പഠിപ്പിക്കാനല്ല വന്നത്, എങ്ങനെ ക്വസ്റ്റ്യൻ എക്സാമിന് ചെയ്യാം എന്ന് കാണിക്കാനാണ് ഈ സീരീസ് ഞാൻ കൊണ്ടുവന്നത്. യൂസ്ഫുൾ ആവുന്നവർ യൂസ്ഫുൾ ആക്കി എടുത്തോളാം. AB AC ഈക്വൽ ആണ്. A 80 ആണെങ്കിൽ ഫൈൻഡ് ആൻഡ് B. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. AB AC ഈക്വൽ ആണ്. A 80 ആണ്. അപ്പോൾ ബാക്കി രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ടോട്ടൽ 180 ഡിഗ്രി. ബാക്കി 100 എന്ത് ചെയ്യും, 50 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 50 എന്നും പേന എടുക്കേണ്ട ആവശ്യമില്ല, പേന എടുക്കുകയും ചെയ്യും. What is the difference between total number of sales of manufactured M2 and total number of sales of manufactured M4 during the years 2016-19? അപ്പോൾ M2ന്റെ M4ന്റെ ഡിഫറൻസ് ആണ് വേണ്ടത്. മനസ്സിലായി? ഡിഫറൻസ് എടുക്കാം. ഇവിടെ 40, ഇവിടെ 40 80, ഇവിടെ 40 120, ഇവിടെ 40 160, ഇവിടെ 40 ഓക്കെ 219 വരും മതി. 160 കഴിഞ്ഞിട്ട് ഇനി ഹൺഡ്രഡ്സിലാണ്. 160 20 ഓപ്ഷൻ 2019 വരെ മതി. യെസ്, നോക്കിക്കോണം എവിടെ വരാൻ മതി. വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ ഇത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, A² + B² + AB. ഇവിടെ ഞാൻ എന്തെങ്കിലും കൊടുക്കുവാണ്, A - B കൊടുക്കുവാണ്. A - B × A² + B² + AB എന്ന് പറഞ്ഞാൽ A³ - B³ ആണ്. A³ - B³ ആണ്. ഇവിടെ A - B എന്ന് പറഞ്ഞാൽ 1.55 - 0.5 എത്ര തന്നെയാണ്, 1 ആണ്. ഇവിടെ A³ - B³ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ A എന്ന് പറഞ്ഞാൽ 1.55 B എന്ന് പറഞ്ഞാൽ 0.5. A³ - B³ ഡയറക്റ്റ് ചെയ്യാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് the ratio of area of two similar triangles ഇതാണെങ്കിൽ സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കും, റൂട്ട് ഓഫ് അതിന്റെ ഏരിയ ആയിരിക്കും 5/12. കറസ്പോണ്ടിങ് സൈഡിന്റെ റേഷ്യോ. വാല്യൂ ഓഫ് cosec 56 ഉം cos 34. cos 34 A + B 90 ആണെങ്കിൽ sin A എന്ന് പറഞ്ഞാൽ cos B ആണ്. നമ്മുടെ tan A എന്ന് പറഞ്ഞാൽ cos B ആണ്. cosec A എന്ന് പറഞ്ഞാൽ sec B ആണ്. തിരിച്ചു. അപ്പൊ ഇവിടെ cos 34 എന്ന് പറഞ്ഞാൽ നമുക്ക് sin 56 കൊടുക്കാം. cosec 56 ഉം sin 56 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ ആണ് 1 കിട്ടും. മൈനസ് cosec 31 എന്ന് പറഞ്ഞാൽ sec 59 ആണ്. cos 59 ഉം sec 59 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ്. 1 - 1 0. നന്നായിട്ട് പഠിച്ചെങ്കിലേ പറ്റും. തിയറി എടുത്ത് നന്നായിട്ട് പഠിച്ചെങ്കിലേ പറ്റും. അടുത്ത എക്സ്പ്ലോറോട് സം എമൗണ്ട് ഫ്രം R and promise to pay him 8% interest. 100 രൂപയാണെങ്കിൽ 108 8 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. Then as he invested the borrowed amount in a scheme upon which he earned a profit of 5% after paying R the principal amount with interest. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടും 5% എന്ത് കിട്ടും, ലാഭം കിട്ടും. 100 രൂപ വാങ്ങിയെങ്കിൽ അതിനകത്ത് എന്ത് കിട്ടി, 5 രൂപ ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ how much percentage R would have gained if he would have invested in the scheme directly? അപ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് കുറച്ച് ആംബിഗ്യൂറ്റി ഉണ്ട്. 108ന്റെ 5% ആണോ 100ന്റെ 5% എടുക്കുന്നതെന്ന് നമുക്ക് ഡൗട്ട് വരും. ഇവിടെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഇപ്പൊ 100 എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും 2 കൂട്ടർക്കും എങ്ങനെ എഴുതിയവർക്കും ഇതും എഴുതിയവർക്കും ഇത് എഴുതിയവർക്കും എന്ത് കിട്ടും, ആൻസർ കിട്ടും, മാർക്ക് കിട്ടും എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. 100 രൂപയുടെ സാധനത്തിനകത്ത് 8% ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് 5% കിട്ടി. അതായത് 13% ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടിയ സ്കീമിലായിരുന്നു അവൻ ഇട്ടിരുന്നത്. അതായത് അവന് 13 ലാഭം കിട്ടിയേനെ അവൻ ഒറ്റയ്ക്ക് അവിടെ കൊണ്ടിട്ടിരുന്നെങ്കിൽ. 8% 8 രൂപ കൊടുത്തിട്ടും 5 രൂപ ലാഭം കിട്ടി. 13 രൂപ കിട്ടിയേനെ അവൻ നോർമലായിട്ട് എന്ത് ചെയ്തിരുന്നെങ്കിൽ അതിനകത്ത് 100 രൂപ ഇട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവന് കൊടുക്കാതെ കൊടുത്തിരുന്നെങ്കിൽ അപ്പൊ എത്ര ശതമാനം, 100നകത്ത് 13 കിട്ടുമെന്ന് വെച്ചാൽ 13%. ആംബിഗ്യൂറ്റി ഉള്ള ക്വസ്റ്റൻ ആണ്. കുഴപ്പം. കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബാറ്റ് 75% മാർക്കറ്റ് പ്രൈസ്. കാൽക്കുലേറ്റ് ഗെയിം പെർസെന്റേജ് ആഫ്റ്റർ അലോവിംഗ് ഡിസ്കൗണ്ട് 15%. അപ്പൊ 75% എങ്ങനെ വേണം ചെയ്യാം. കോസ്റ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിന്റെ 75%. അപ്പൊ മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്തോ. 75 കോസ്റ്റ് പ്രൈസ്. ഗെയിം പെർസെന്റേജ് വേണം, അലോവിംഗ് ഡിസ്കൗണ്ട് 15%. ഇതിനകത്ത് എപ്പോഴും നമ്മൾ മാർക്കറ്റ് പ്രൈസിന്റെ അതാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ 85 കിട്ടും. 75 സാധനം 85 കിട്ടിയാൽ എത്ര ലാഭം കിട്ടും, 15 സാധനം 17 കിട്ടുന്നു. 2/15 1/15 6.2/3% ആണ് അതിന്റെ ഇരട്ടി. 6.66 ഇരട്ടി 13.33. ഓപ്ഷൻ 4 കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 3 4 കൊടുക്കാം, 100 കൊടുക്കാം, ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അപ്പൊ
ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ, യൂണിക് സൊല്യൂഷൻ, അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഈ ക്വസ്റ്റിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്താണ് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ലൈൻസ് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ പോകും. സൊല്യൂഷൻ ഇല്ല, കൂട്ടിമുട്ടത്തില്ല. കൂട്ടിമുട്ടിയാലേ എന്ത് ചെയ്തുള്ളൂ? അവർക്ക് കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉള്ളൂ, സൊല്യൂഷൻ ഉള്ളൂ. യൂണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യും. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രണ്ട് ലൈനൂടെ സെയിം ഇതിലൂടെ കടന്നു പോകും. ഇതെല്ലാം എന്തായിരിക്കും? റേഷ്യോ എല്ലാം ഈക്വൽ ആയിരിക്കും. ഇവിടെ പാരൽ ലൈൻ ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ ഇതാണ് യൂണിക് സൊല്യൂഷൻ. ഇതിന് സെപ്പറേറ്റ് ക്ലാസ് വേണമെങ്കിൽ കമന്റ് ആയിട്ട് പറയാം, ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യും. ഒരു 20 മിനിറ്റത്തെ ക്ലാസ് മതി. ഇത് ഇൻഫൈനൈറ്റ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. കുറെ ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം CGL വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഇതിന്റെ ഇത് a1x പ്ലസ് b1y ഈക്വൽ ടു c1, a2x പ്ലസ് b2y ഈക്വൽ ടു c2 ആണെങ്കിൽ നോ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2 ആയിരിക്കും. ഇവിടെ ഇൻഫിനിറ്റി വരികയാണെങ്കിൽ a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആയിരിക്കും. പക്ഷെ ഇവിടെ യൂണിക് സൊല്യൂഷൻ ആണെങ്കിൽ ഈ കൂട്ടുകൊണ്ടുന്നത് c1 by c2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബാക്കി രണ്ടും നോട്ട് ഈക്വൽ ആയിരിക്കും. a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. ഈ a1 by a2 നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പാരലാണ്. ഇവിടെ എന്താണ് പാരലാണെന്ന് നോക്കാം. 0.4ഉം 0.3, 4/3 ആണ് റേഷ്യോ. 0.16ഉം 0.12 ഇത്രയാണ് 4/3 ആണ് റേഷ്യോ. മറ്റേ നോട്ട് ഈക്വൽ ടു 1.7 3.4 1/2 കറക്റ്റ് ആണ്. ഇത് മാത്രം ഈക്വൽ ആയതുകൊണ്ട് ഇത് മൊത്തം 3 ഈക്വൽ ആയിരുന്നു നമുക്ക് എന്ത് പറയുന്നത്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഇത് 3 ഈക്വൽ ആയാലും 2 മാത്രമേ ഈക്വൽ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇതിന് സൊല്യൂഷൻ ഒന്നുമില്ല. എന്താണ്? ഇങ്ങനെ നോ സൊല്യൂഷൻ. ഈ ഒരു കേസ് ഒന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ ചെയ്യാം. ടേക്കിംഗ് ഓൾ കമ്പനീസ് ടുഗദർ, ഹൗ മെനി പ്ലാസ്റ്റിക് ബാറ്റ് ഓഫ് ബ്രാൻഡ് ബി ഹാവ് ബീൻ മാനുഫാക്ചർഡ്? ബ്രാൻഡ് ബിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. വുഡൻ ബാറ്റ് നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? വുഡൻ ബാറ്റ് ടോട്ടൽ പ്ലാസ്റ്റിക് ബാറ്റ് ആണ്. ഇത് വുഡൻ ബാറ്റ്. അപ്പൊ ആ കമ്പനി 2 ഉണ്ടായി കാണും. നോക്കാം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് റേഷ്യോ പ്ലാസ്റ്റിക് ബാറ്റ്, ദീസ് ബാറ്റർ പ്ലാസ്റ്റിക്കും വുഡൻ ബാറ്റും ഉണ്ട്. ബാറ്റർ ഏബിൾഡ് ബ്രാൻഡ് ബി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഓരോ ഷിഫ്റ്റിന്റെയും നിങ്ങൾക്ക് വേണ്ടി PDF ഞാൻ അവിടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ എന്റെ എക്സ്പ്ലനേഷൻ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്നത് വളരെ സ്പീഡായിട്ട് തോന്നും. സ്വന്തമായിട്ട് ഒരു വട്ടം ചെയ്ത ക്വസ്റ്റ്യൻ വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ അധികം വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. അതിന്റെ ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ മെത്തേഡുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് നോക്കാനും പറ്റും. അങ്ങനെ കറക്റ്റ് പ്രൊസീജിയർ പോകുന്ന ഒരാൾക്ക് ഈ ക്ലാസ് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ പ്ലാസ്റ്റിക് ബാറ്റ് ഉണ്ട്, വുഡൻ ബാറ്റ് ഉണ്ട്. റേഷ്യോ പ്ലാസ്റ്റിക് ബാറ്റിന്റെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ 10,000 ബാറ്റാണ്, 1,00,000 ബാറ്റാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ കമ്പനിയും ഉള്ളത്. അപ്പോൾ ടോട്ടൽ കമ്പനിയിൽ 65%, 1,00,000 ബാറ്റ് ഉള്ളതിൽ P 65% വുഡൻ ആണെങ്കിൽ ബാക്കി 35%. 35,000 ബാറ്റ് എന്താണ്? 35,000 ബാറ്റ് 65,000 വുഡനും 35,000 പ്ലാസ്റ്റിക്കുമാണ്. ആ 35,000നെ 3:7 കൊടുക്കുന്നു. ബ്രാൻഡ് ബി ആണ് വേണ്ടത്. 7ന്റെ വാല്യൂ വേണ്ടത്. ടോട്ടൽ 10 ആണ് 35,000. 1 എന്ന് പറഞ്ഞാൽ 3,500. 3,500 × 7 നമുക്ക് എന്ത് കിട്ടും? 10,500. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് പ്ലാസ്റ്റിക് ബാറ്റ്. ഇത് 70%, ഇതാണ് 30%. ബാക്കി 30,000 എന്താണ്? പ്ലാസ്റ്റിക് ആണ്. ആ 30,000നെ ടോട്ടൽ 15 ആക്കി ഡിവൈഡ് ചെയ്താൽ അതിന് തെറ്റ്. 30,000 × 15 എന്ന് പറയുമ്പോൾ 2,000. 2,000 എത്രയാണ്? 16,000. 16 3. ഇത് 10,500. ഇത് 16,000. യെസ്, അങ്ങനെ തന്നെ ചെയ്യാം. ഇത് രണ്ടാമത്തെ കമ്പനി 16,000. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. 60%, ബാക്കി 40%. 40,000. 40,000നെ 25 ഡിവൈഡ് ചെയ്യുന്നു. 40,000 × 25. 400/25 എത്രയാണ്? 16 ആണ്. പിന്നെ 1,600. 1,600 × 6 എത്രയാണ്? 9,600. ഓക്കെ, യെസ്. 70. 30,000നെ വീണ്ടും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 15,000. 15,000ന്റെ 1,500. 30,000 ഡിവൈഡഡ് ബൈ 15. 30,000 30 2 ബാക്കി 2,000. 2,000ന്റെ 8. ഓ സോറി, 2,000. 2,000ന്റെ 8. ഇവിടെ 16,000. 1,600. 2,000 16,000. യെസ്, 16 3 വീണ്ടും 16,000. 50%. 50,000. 50,000നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10,000. 10,000 10,000. ടോട്ടൽ സം എടുക്കുക. ഇവിടെ ഇങ്ങനെ കൂട്ടിയാൽ മതി. എങ്ങനെയുള്ള കൂട്ടി? 2 0 അവസാനിക്കും. പിന്നെ ഓപ്ഷൻ നോക്കുക. ഏതാ വരുന്നത്? 6. ഇങ്ങനെ 2 കൂട്ട്. അല്ലെങ്കിൽ 11 1 100 അവസാനിക്കും. 100 അവസാനിക്കും. പിന്നെ ഉണ്ട്. ഓക്കെ, 1 ശിഷ്ടം 1 7 16 22 2 15 21 തെറ്റിയോ നമുക്ക്? 10 500 600 1,100 ശിഷ്ടം 1 വരും. 11 27 36 46 52 50. ഓക്കെ, നമുക്ക് എവിടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നോ? 65 35,000-നകത്ത് ഇത് കറക്റ്റല്ലേ? 35,000-നകത്ത് ബൈ 10 3,500 × 7
3500. ഓക്കെ, ഇവിടെ സംതിങ് കൂടുതൽ വരും. 3500 × 7 കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ. 35 × 7 245. 3500 അല്ലേ വരുന്നത്? 210 245 245 0 45 0. അപ്പൊ കാൽക്കുലേഷൻ കറക്റ്റ് ആവും. കറക്റ്റ് ആവുന്നു. 1 1 25 41 50 50 66 30 96. യെസ്, 96 ഫസ്റ്റില് മാത്രം 96 100 ഓപ്ഷൻ 3 നമുക്ക് കാണിച്ചു. അപ്പൊ കാൽക്കുലേഷന്റെ ആ ഒരു സ്കില്ല് എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എത്ര സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറയ്ക്കേണ്ടി വരും, സ്കിപ്പ് ചെയ്യേണ്ടി വരും എന്നൊക്കെ മനസ്സിലായി കാണും. അടുത്ത സാലറി ഓഫ് വർക്കർ 25% കൂടി ഡിക്രീസ്ഡ് ബൈ, ആദ്യം കൂടി 25%, പിന്നെ 15% കൂടി പെർസെന്റേജ് ചെയ്യും. 25 - 12 13 - 25 × 12/100 ആണ് 3 ആണ് 300 ആണ് 300/100 3 ആണ് 10%. പ്ലസ് വന്നതുകൊണ്ട് 10% ഇൻക്രീസ്. പിന്നെ സിംപ്ലിഫൈ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യാം? 26 × 4 30 30 അത് മൾട്ടിപ്ലിക്കേഷൻ 30 ഓഫ്. ഓക്കെ, അപ്പൊ 3 30 10 40 1020 ഡിവൈഡഡ് ബൈ 40 - 31 35/3 120 - 35 120 നിന്ന് 30 കുറച്ച് 90 85 85/3 വരും. അപ്പോൾ ഇൻറ്റു 3/85. കാൽക്കുലേഷൻ ഇവിടെ തന്നെ ചെയ്യാം. 3/85 17 × 5 ആണ് 17 × 6 ആണ് 180/5 36 ആൻസർ കൊടുക്കുക. കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലൈൻ ബിറ്റ്വീൻ 50 ആൻഡ് 76. അപ്പോൾ 50 76 ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കും. നിങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. 53 57 59 61 63 67 യെസ് 69 70 71 യെസ് 72 73 യെസ് 73 എത്രയല്ലേ ഉള്ളത്? അതെ, 1 2 3 4 5 6 എന്നുള്ളത്. സം എത്ര വരും? 10 16 22 29 36 364 371 372 381 384 384/6 6 ബാക്കി 24 അത് 4 64 നമ്പേഴ്സ് ഏതെന്ന് അറിയാം. 25 ക്വസ്റ്റൻ നമ്മൾ ചെയ്തു. ഇടയ്ക്ക് ഏതോ ഒരു ക്വസ്റ്റിനകത്ത് ഞാൻ കുറച്ച് തിയറി എക്സ്പ്ലെയിൻ ചെയ്തു. അതാണ് കുറച്ചും കൂടെ സമയം എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കായിരുന്നു. ഓക്കെ, ഇത് വലിയ എളുപ്പം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ ആ ടൈമാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത് സെറ്റ് ആകുന്നത്. നിങ്ങൾക്ക് ഒരു മണിക്കൂർ വന്നിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത് വലിയ പാടായിട്ട് തോന്നില്ല. എന്നാൽ 20 മിനിറ്റിനകത്ത് ഈ ക്വസ്റ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കില്ല് വേണം, കൺസെപ്റ്റ് അറിയണം, കാൽക്കുലേഷൻ വേണം. അതാണ് നമ്മുടെ ചാനലിലൂടെ തരുന്നത്. ക്ലാസ്സുകളെല്ലാം കാണുക. ഇന്ന സാധനം ഏകലവ്യ ബാച്ച് ഇന്ന ആൾക്കാർക്ക്, അർജുന ബാച്ച് ഇന്ന ആൾക്കാർക്കൊന്നുമില്ല. മാത്സ് നിങ്ങൾ ഒന്നും അറിയത്തില്ല അല്ലെങ്കിൽ ഒട്ടും ബേസ് ഇല്ല എന്നുള്ളവരാണ്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ടച്ചും ഇല്ല എന്നുള്ളവരാണെങ്കിൽ എസ് എസ് സി ജി ഡിയുടെ നിങ്ങൾ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആക്കും. തുടക്കം മുതൽ കാണുക. എങ്ങനെയാണ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാ കാര്യങ്ങളും, ഫ്രാക്ഷൻ കൂട്ടുന്നത് എല്ലാം പറയുന്നുണ്ട്. അത് കാണുക. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കാണാവുന്ന ക്ലാസ്സുകളാണ് എല്ലാം ഉള്ളത്. അതുപോലെ ഇംഗ്ലീഷിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അത് കാണുക. ഷോർട്ട് വീഡിയോസ് കാണുക. എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം തരും. നിങ്ങൾ മാക്സിമം പഠിച്ച് സെറ്റാക്കുക. നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഇതിന്റെ ക്ലാസ്സിനോട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.